എം ഷിനാസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും എന്ന വലിയ ആശങ്ക ലോകത്ത് ഉടലെടുത്തിരിക്കുകയാണ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്, മറ്റ് രാഷ്ട്രങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളൊക്കെ നോക്കിയാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഈ കീഴ്വഴക്കം ഒരു രാഷ്ട്രത്ത് കടന്നു കയറി ആ ഭരണാധികാരിയെ, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെ വിലങ്ങ് വെച്ച് നാട്ടിലെത്തിച്ച് വിചാരണ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളും ആ ഭീതിയുടെ നിഴലിൽ വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന തെറ്റായ കീഴ്വഴക്കം എന്നതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന് അമേരിക്ക വീണ്ടും തുടക്കമിട്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിലും എന്നത് നമ്മൾ എങ്ങനെ കാണണം? അതെ, ഇത് ഏറ്റവും ആപൽക്കരമായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ 21-ാം നൂറ്റാണ്ടിലെ കൊളോണിയലിസവും ഒരുതരം അമേരിക്കയുടെ ഗാങ്സ്റ്ററിസം എന്ന് വേണമെങ്കിൽ പറയാം. ആ വാക്കാണ്, ഗാങ്സ്റ്ററിസവുമാണ് ഇപ്പോൾ നമ്മുടെ ലോകത്തിന് മുമ്പിൽ നടന്നിരിക്കുന്നത്. ഇപ്പോ ട്രംപിന്റെ 2016 ഒന്നാം ടേമിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബോൾട്ടന്റെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട്, ദ റൂം വേർ ഇറ്റ് ഹാപ്പൻഡ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ വെനസ്വേലയുടെ കാര്യവും പറയുന്നുണ്ട്. അപ്പൊ 2021 ജനുവരി മാസത്തിൽ ട്രംപ് പടിയിറങ്ങാൻ നേരത്ത് പറഞ്ഞ ഒരു കാര്യം ജോൺ ബോൾട്ടൺ പറയുന്നുണ്ട്. വെനസ്വേല ഇപ്പോൾ തന്നെ തകർച്ചയുടെ വക്കിലാണ്, നമുക്കത് അങ്ങോട്ട് പിടിച്ചെടുക്കാമായിരുന്നു, അവിടുത്തെ എണ്ണ മുഴുവൻ നമ്മുടേതാകുമായിരുന്നു എന്ന ഒരു പരാമർശം നടത്തുന്നുണ്ട്. അപ്പോ ട്രംപിന്റെ 1-ാം ടേമിൽ തന്നെ വെനസ്വേല ഒരു കണ്ണുവെച്ചിരുന്നു. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഈ അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത് പറഞ്ഞ ഒരു കാര്യം എണ്ണ തന്നെ. കാരണം ലോകത്ത് ഏറ്റവും അധികം ഓയിൽ റിസർവ്സ്, എണ്ണ നിക്ഷേപമുള്ള 303 ബില്യൺ ബാരൽ ടൺ എണ്ണ അവിടെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വെനസ്വേലയിൽ. അത് കഴിഞ്ഞിട്ടാണ് സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, UAE, അതും കഴിഞ്ഞാണ് റഷ്യ, അതും കഴിഞ്ഞാണ് അമേരിക്ക. അപ്പൊ അത്രയും അധികം എണ്ണ സമ്പുഷ്ടമായ ഒരു രാജ്യം. അവിടെ തന്നെ ട്രംപ് പലവട്ടം അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എക്സോൺ മൊബൈലും ഗൾഫാണ് പേരെങ്കിലും ഗൾഫ് ഓയിൽ അമേരിക്കൻ കമ്പനിയാണ്. അപ്പൊ ഇവരൊക്കെ അവിടെ അങ്ങോട്ടേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് എന്ന് ട്രംപ് ഇതിനു മുമ്പും 1-ാം ടേമിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം ഈ മൺട്രോ ഡോക്ട്രിൻ, 1823 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന മൺട്രോ, അതായത് മൺട്രോ ഡോക്ട്രിൻ എന്ന് വെച്ചാൽ വെസ്റ്റേൺ ഹെമിസ്ഫിയർ, ലാറ്റിൻ അമേരിക്ക, കരീബിയ, ആ ഭാഗങ്ങളിലൊക്കെ അത് അമേരിക്കയുടെ ബാക്ക് യാർഡ് ആണെന്നും പിന്നാമ്പുറമാണെന്നും അവിടെ തങ്ങൾക്ക് ആധിപത്യം അല്ലെങ്കിൽ തങ്ങളുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ആയിരിക്കണമെന്നും ഷടിക്കുന്ന ഒരു ഇതായിരുന്നു. ആ മൺട്രോ ഡോക്ട്രിന്റെ പുതിയ പാഠഭേദത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്നത് ഡോൺട്രോ ഡോക്ട്രിൻ എന്നാണ്, ഡൊണാൾഡ് ട്രംപിന്റെ ഡോക്ട്രിൻ. അപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സെക്യൂരിറ്റി ഡോക്ട്രിൻ, നാഷണൽ സെക്യൂരിറ്റി ഡോക്ട്രിൻ പുറത്തു വന്നിരുന്നു. അതിൽ തന്നെ പ്രയോറിറ്റി ലാറ്റിൻ അമേരിക്കയിലും കരീബിയൻ മേഖലയിലുമുള്ള ആധിപത്യമാണ്. അപ്പോ അവിടെ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ മുഖ്യമായും ചൈനയും കുറച്ച് റഷ്യയും വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ തന്നെ ആ മേഖലയിലെ കരീബിയൻ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ 20ഓളം രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. വെനിസ്വേലയിൽ നിന്ന് 80% എണ്ണ വാങ്ങുന്നതും ചൈനയാണ്. റഷ്യക്കും ആ മേഖലയിൽ താല്പര്യം. അപ്പൊ റഷ്യയും ചൈനയും ആ മേഖലയിൽ നിന്ന് തുരത്തുക, ആ മേഖലയിൽ ഡോൺട്രോ ഡോക്ട്രിൻ പ്രകാരം തങ്ങളുടെ സർവാധിപത്യം ഉറപ്പിക്കുക. അതോടൊപ്പം തന്നെ വെനസ്വേലയിലെ ഈ വിഭവങ്ങളെ, എണ്ണ സമ്പത്തിനെ പൂർണ്ണമായും അമേരിക്കയിലേക്ക് തിരിച്ചുവിടുകയും പശ്ചിമേഷ്യയിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ ആശ്രിതത്വം പരമാവധി കുറക്കുകയും ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിളങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഇത് ട്രംപിന്റെ ഒരു വൺ മാൻ ഷോ ആയി മാത്രം കാണാനാവില്ല. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമായാണ് ഈ കാര്യം. ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് കൊളംബിയ, മെക്സിക്കോ, ക്യൂബ, വേണമെങ്കിൽ ഇറാൻ എന്ന് വെച്ചാൽ കയ്യൂക്കില്ലാത്ത ഏത് രാജ്യത്തെയും ഞങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തും, വേണമെങ്കിൽ മഡുരയെ
കൊണ്ടുപോയതുപോലെ റാഞ്ചി കൊണ്ടുപോകും ശരി. എന്നുള്ള സന്ദേശം സൗത്ത് അമേരിക്കയിലെയും കരീബിയൻ മേഖലയിലെയും ഈ ദുർബല രാഷ്ട്രങ്ങൾക്ക് നൽകുകയും അമേരിക്കയുടെ ചൊൽപ്പടിക്കനുസരിച്ച് അമേരിക്കയുടെ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ രാജ്യങ്ങൾ നിന്നുകൊള്ളണമെന്ന് പറയാതെ പറയുകയും ആജ്ഞാപിക്കുകയും ചെയ്യുകയാണ് ട്രംപും തീർച്ചയായും അമേരിക്കൻ സാമ്രാജ്യവും. അതിനുള്ള നീക്കങ്ങൾ വളരെ മുൻപ് തന്നെ ആരംഭിച്ചതുമാണ്.